രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അങ്ങേറ്റം പുണ്യമയമായിരിക്കുന്ന നന്മ നിറഞ്ഞതായ മാർഗത്തിലൂടി യാതൊരു പ്രകാരത്തിലുമുള്ളതായ ഉത്കണ്ഠകളും കൂടാതെ നീ മുന്നോട്ട് പോവുക. ഒരു പ്രകാരത്തിലും നിനക്ക് ഭയമുണ്ടാവില്ല. അങ്ങേയറ്റം സുരക്ഷിതമായിരിക്കട്ടെ നിന്റെ മാർഗം, നിന്റെ ഈ യാത്ര. ആ മഹാരാജാവ് രാമകുമാരനോട് ഇങ്ങനെ പറഞ്ഞു. രാമൻ അനുവാദം ചോദിക്കുന്നു. ലക്ഷ്മണനും സീതയും രാമന്റെ കൂടെയുണ്ട്. അനുവാദം ചോദിച്ചുകൊണ്ട് ഇതാ കൈകേയി വേഗത്തിൽ ഇവരെ പറഞ്ഞയക്കാനായിട്ട് നിർബന്ധിക്കുന്നു. മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു രാമനോട്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, അല്ലയോ രാമ, നഹി സത്യാത്മനസ്താത ധർമാഭിമനസ്തവ. അല്ലയോ രാമ, നീ സത്യത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചിരിക്കുന്നവനാണ്. സത്യത്തിൽ നിന്നിട്ട് ഒരിക്കലും വ്യതിചലിക്കാത്തവനാണ്. നിന്റെ സകല ചിന്തകളും നിന്റെ സകല സങ്കല്പങ്ങളും പ്രവൃത്തികളുമെല്ലാം സത്യത്തിൽ അടിയുറച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിന്റെ മനസ്സെപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നു. ധർമ്മം വിട്ട് ഒരു കാര്യവും നിനക്കില്ല. അങ്ങനെയുള്ള നിന്നെ സന്നിവർത്തയിതും ബുദ്ധി ശക്യതേ ന ശക്യതേ രഘുനന്ദന. അല്ലയോ കുഞ്ഞെ, നിന്റെ ആ തീരുമാനത്തിൽ നിന്നിട്ട്, സത്യം നിറഞ്ഞതായ തീരുമാനം, ധാർമ്മികമായ തീരുമാനം, അതിൽ നിന്നിട്ട് പിന്തിരിപ്പിക്കാൻ ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ളതായ ശേഷി എനിക്കില്ലാതായി പോയിരിക്കുന്നു. ഒരു പ്രകാരത്തിലും നിന്നെ പിന്തിരിപ്പിക്കാൻ സാധിക്കാതെ പോയിരിക്കുന്നു. നിന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ബന്ധിച്ച രാജാവാകൂ. അങ്ങനെ എന്നെ ഈ അധർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കാം, നിനക്ക് മോചിപ്പിക്കാം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്. പക്ഷേ എന്റെ ആ വാക്കുകൾക്ക് പോലും നിന്റെ ആ നിശ്ചയത്തിൽ നിന്നിട്ട് പിന്തിരിപ്പിക്കാനാകുന്നില്ല. നിന്നെ ഈ കൊട്ടാരത്തില് യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കാൻ എന്റെ വാക്കുകൾ പര്യാപ്തമായി തീരുന്നില്ല. അല്ലേ കുഞ്ഞെ, നീ ഇങ്ങനെ കാനനത്തിലേക്ക് പോകും എന്ന ദൃഢനിശ്ചയത്തിലാണെങ്കിൽ ഈ കിഴവന് നിന്നോട് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ അത്? അദ്യത്വിദാനീം രജനീം പുത്രമാഗച്ഛ സർവഥ. ഈ രാത്രിയിൽ അല്ലയോ കുഞ്ഞെ നീ പോകരുത്. നേരം പുലർന്നിട്ടില്ല, ഇനി കുറച്ചുകൂടി സമയമുണ്ട്. ഈ രാത്രി ഒരിക്കലും യാത്ര പാടില്ല. പഴയ കാലത്ത് ഇത് വളരെ നിർബന്ധമാണ്. രാത്രി യാത്രയില്ല, ഇതാണ് രീതി. അഥവാ ഒരു മാർഗവുമില്ലാതെ രാത്രി പോകേണ്ടി വന്നാലോ രാത്രി യാത്രയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോവുക. ഇതിൽ യാത്ര ചെയ്യുന്നില്ല. രാത്രിയില് യാത്ര അനുവദനീയമല്ല. അന്നത്തെ കാലത്ത് അതിനൊക്കെ വളരെയേറെ കാരണങ്ങളുണ്ട്. ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യങ്ങളും സുരക്ഷിതമായിട്ടുള്ള സന്ധാനങ്ങളും റോഡുകളും യാത്രയ്ക്കുള്ളതായ വാഹനങ്ങളും ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടം. അത് അതിന്റെ ഒരു വശം. പോരാത്തതിന് സ്നേഹം. ഈ അച്ഛന് തന്റെ പുത്രനോടുള്ള സ്നേഹം. തന്റെ കുഞ്ഞ് ഈ രാത്രിയില്, ഈ അന്ധകാരത്തില് കാനനത്തിലേക്ക് യാത്ര പുറപ്പെടുന്ന അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലയോ കുഞ്ഞെ, ഇത് രാത്രി, നീ ഈ സമയത്ത് പോകരുത്. നീ പുലരുന്നതുവരെ കാത്തിരിക്കൂ. മാതരം മാംച സമ്പശ്യൻ വസേമാം അദ്യശർവരീം. നിന്റെ അമ്മയെ നീ കണ്ടുകൊണ്ട് നീ ഈ രാത്രിയില് ഇവിടെ കഴിയൂ. അതേപോലെ മാംച എന്നെയും കണ്ടുകൊണ്ട്, അല്ലയോ രാമ, നീ ഈ രാത്രിയിൽ ഇവിടെ കഴിയൂ. അങ്ങനെയാകുമ്പോഴേക്കും അത്രയും നേരം ഏകാഹം ദർശനേനാവി
സാധു താവച്ചരമ്യഹം. അല്ലയോ കുഞ്ഞെ, അത്രയും നേരം എനിക്ക് നിന്നെ കാണുവാനായി സാധിക്കും. അത്രയും നേരമെങ്കിലും ഈ വയസ്സൻ നിന്നെ കണ്ടുകൊള്ളട്ടെ. അല്ലയോ കുഞ്ഞെ, നീ ഈ അവസരത്തില് ഈ രാത്രിയിലെ യാത്രയ്ക്ക് പുറപ്പെടരുത്. എന്നിട്ടോ തർപ്പിത സർവകാമൈസ്ത്വം സ്വക്കാല്യേ സാധയിഷ്യസി. അല്ലയോ കുഞ്ഞെ, ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ഈ വൃദ്ധനായിരിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി നിനക്ക് നാളെ പുലരുന്ന അവസരത്തില് നീ തീരുമാനിച്ചിരിക്കുന്നതായ ആ ധാർമ്മികമായ പന്ഥാവിലൂടെ നിനക്ക് യാത്ര ചെയ്യാം. അതുകൊണ്ടല്ലയോ കുഞ്ഞെ, നീ ഇപ്പോൾ പുറപ്പെടരുത്. ദശരഥ മഹാരാജാവ് രാമനോട് പറഞ്ഞു. പക്ഷേ രാമൻ അതും അംഗീകരിച്ചില്ല. അതിന് കാരണമുണ്ട്. നേരം പുലരുമ്പോഴേക്കും അഭിഷേകത്തിന്റെ മുഹൂർത്താണ്. എന്തുകൊണ്ട് രാമൻ അഭിഷേകം നടക്കുന്നില്ല എന്ന് ആളുകൾ അന്വേഷിക്കും. ഇപ്പൊ തന്നെ കുറേശ്ശെ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. എങ്കിലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. അറിഞ്ഞവർ തന്നെ അങ്ങനെ സംഭവിക്കുമോ, രാമനെ കാട്ടിലേക്ക് മഹാരാജാവ് പറഞ്ഞയക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് പൂർണ്ണമായിട്ടും ആ അറിഞ്ഞ വാർത്തകളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ ക്രമേണ ആളുകളുടെ കൂട്ടത്തിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരം പുലരുമ്പോഴേക്കും അഭിഷേകം നടക്കുന്നില്ലെന്നറിയുമ്പോ എല്ലാവർക്കും വ്യക്തമായി കഴിയും രാമന് രാജ്യം കൊടുക്കുന്നില്ല, രാമനെ കാട്ടിലേക്ക് അയക്കുന്നു എന്ന്. നാട്ടുകാർ കോപിക്കും. അവരിത് അംഗീകരിക്കില്ല. തലേ ദിവസം അവരുടെ അഭീഷ്ടമെല്ലാം മഹാരാജാവിനെ ആ സഭയിൽ വെച്ച് കേൾപ്പിച്ചതാണ്. അവരംഗീകരിക്കില്ല. അവര് നിർബന്ധപൂർവകമായിട്ട് രാമന് അഭിഷേകം കഴിക്കും. രാമൻ ഒന്നും ചെയ്യാനാവില്ല. എന്തുകൊണ്ടെന്നാൽ അനുസരിച്ചില്ലെങ്കിൽ അവര് സായുധരായി തന്നെ ബലം പ്രയോഗിച്ചിട്ട് അവിടെ ആ അഭിഷേകം നടത്തും. അങ്ങനെ രാമന് വേണ്ടിയിട്ട്, ധർമ്മത്തിനു വേണ്ടിയിട്ട്, ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ സംഘടിതരായിട്ട് ശക്തിയോടുകൂടി നാട്ടുകാര് പ്രവർത്തിക്കുമ്പോൾ അവരെ ആയുധങ്ങൾ കൊണ്ട് തോൽപ്പിക്കാനും ആവില്ല. അത് ഒരിക്കലും ധാർമ്മികനായ രാജാവിന് ചെയ്യാൻ പാടില്ല. ജനങ്ങളെ ഉപദ്രവിച്ചിട്ട് തന്റെ ഇഷ്ടം നടപ്പിലാക്കൽ ഒരിക്കലും ഒരു രാജാവിന്, ഭരണാധിപന് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. രാമൻ അറിയാം. പുലരുന്നതുവരെ കാത്തിരിക്കാൻ പാടില്ല. സിംഹാസനത്തില് തെല്ലെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ രാമൻ ഈ അവസരം വിനിയോഗിക്കാമായിരുന്നു. രാമൻ അച്ഛൻ ആവശ്യപ്പെട്ടു, പുലരുന്നതുവരെ അച്ഛന് കാണണം, അതിനു വേണ്ടിയിട്ട് അതുവരെ ഇവിടെ ഇരിക്കണമെന്ന് അച്ഛൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഞാനിതാ പുലരുന്നതുവരെ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും രാമനെ കുറ്റം പറയാൻ പറ്റുമോ? രാമൻ അച്ഛന്റെ ആവശ്യത്തെ, അച്ഛന്റെ അഭ്യർത്ഥനയെ മാനിച്ചു. അത് പുത്രധർമ്മം. അപ്പോഴേക്കും നാട്ടുകാരിടപെട്ടു. അത് ആരും പ്രതീക്ഷിച്ചതുമല്ല. അപ്പൊ രാമൻ എത്തിക്കപ്പെടുന്നത് സിംഹാസനത്തിലാണ്. സിംഹാസനത്തിൽ വിദൂരമായിട്ടെങ്കിലും ഒരാഗ്രഹമുണ്ടെങ്കിൽ ഈ അവസരം വിനിയോഗിക്കാമായിരുന്നു. രാമൻ ബുദ്ധിപൂർവകമായിട്ട് ആ അവസരത്തെയും തട്ടിക്കളഞ്ഞു. പുലരുന്നതുവരെ കാത്തിരിക്കൂ. അല്ലയോ കുഞ്ഞെ, അത്രയും നേരം നിന്നെ ഞാൻ കണ്ടുകൊള്ളട്ടെ, നിന്റെ അമ്മ നിന്നെ കണ്ടുകൊള്ളട്ടെ. രാമൻ അത് കേട്ടില്ല. രാമൻ ഉടനെ തന്നെ പുറപ്പെടുകയാണ്. ദശരഥൻ പറഞ്ഞു, ദുഷ്കരം ക്രിയതേ പുത്ര. അല്ലയോ മകനെ, ഈ ലോകത്തിലെ ആർക്കും ചെയ്യാൻ കഴിയാത്ത വളരെ ക്ലേശകരമായ കാര്യമാണ് നീ ചെയ്യുന്നത്. എന്നെ സത്യപ്രതിജ്ഞനാക്കാൻ വേണ്ടിയിട്ട്, എന്റെ വാക്ക് കള്ളമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണല്ലോ നിന്റെ ഈ പരിശ്രമം. നിനക്ക് അധികാരപ്പെട്ടതായ കിരീടം നീ ഉപേക്ഷിച്ചു പോകുന്നു. എന്നിട്ട് നീ വനത്തിലേക്ക് പോകുന്നു. അവിടുത്തെ ദുഃഖങ്ങളെല്ലാം നീ സ്വയം സ്വീകരിക്കുന്നു. അല്ലയോ കുഞ്ഞെ, ഇത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നചൈതന്മേ പ്രിയം പുത്ര ശപേ സത്യേന രാഘവ. അല്ലയോ രാമ, ഇത് നീ കാനനത്തിലേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല.
ഞാനിതാ വളരെ സത്യം ചെയ്യുന്നു, നിന്റെ മുന്നില് വളരെ വ്യക്തമായിട്ട് സത്യം ചെയ്യുന്നു. ഇത് എന്റെ ഹൃദയത്തിൽ ഞാൻ സങ്കല്പിച്ച കാര്യമല്ല, എനിക്കിത് ഇഷ്ടമുള്ള കാര്യമേ അല്ല. നീ കാനനത്തിലേക്ക് പോകരുത്. ഞാൻ യഥാർത്ഥത്തില് വഞ്ചിക്കപ്പെടുകയായിരുന്നു ഈ കൈകേയിയാൽ. കൈകേയിയുടെ ഹൃദയത്തില് ഇങ്ങനൊരു കാപട്യം ഇരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഛന്നയ ചലിതസ്ത്വസ്മി. ഈ കൈകേയിയാൽ അവൾ അവളുടെ കാപട്യത്തെ ഹൃദയത്തിൽ മൂടി വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എന്നെ ഈ അബദ്ധത്തില് ആ കൈകേയി കൊണ്ടുവന്ന് ചാടിച്ചു. ഇങ്ങനെ വഞ്ചിതനായി പോകും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതുകൊണ്ട് അല്ലയോ കുഞ്ഞെ, നീ പുലരും വരെയെങ്കിലും കാത്തു നിൽക്ക്, അതുവരെയെങ്കിലും നിന്നെ ഞാൻ കാണട്ടെ എന്ന് ദശരഥൻ പറയുമ്പോ ശ്രീരാമൻ ദശരഥനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എനിക്ക് എത്രയും വേഗം എന്റെ വാക്ക് പരിപാലിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ കാനനത്തിലേക്ക് ഇപ്പോൾ തന്നെ പോകുന്നു. ഇയം സരാഷ്ട്രാസജന ധനധാന്യ സമാകുല മയാ വിസൃഷ്ട വസുധ ഭരതായ പ്രദീയതാം. ഞാൻ ഈ രാജ്യത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഈ അധികാരത്തെയും കിരീടത്തെയും ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യത്തെ, ഈ ജനങ്ങളോടുകൂടിയ രാജ്യത്തെ, ധനവും ധാന്യവും ഒക്കെ നിറഞ്ഞ ഐശ്വര്യ സമൃദ്ധമായിരിക്കുന്ന ഈ അയോധ്യയെ ഞാനിതാ ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ അനുജനായിരിക്കുന്ന ഭരതനായിക്കൊണ്ട് അങ്ങ് നൽകിയാലും. ഇതാണ് എനിക്ക് അങ്ങയോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വനവാസകൃതാ ബുദ്ധർ നചമേദ്യ ചലിഷ്യതി. ഞാൻ വനവാസത്തിന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ആ തീരുമാനത്തെ ഇളക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതിൽ നിന്നിട്ട് ഞാൻ ഇളകുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് അല്ലയോ മഹാരാജാവേ, അങ്ങ് പറഞ്ഞതായ ഈ കാര്യങ്ങൾ പുലരുന്നവരെയെങ്കിലും കാത്തിരിക്കണം, അല്ലെങ്കിൽ അങ്ങയെ ബന്ധിച്ചിട്ട് രാജാവാകണം. ഇതൊന്നും തന്നെ ഞാൻ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വാക്ക് അത് സത്യമായി തീരണം.